സാറേ, ഇറാൻ ഒരു മതരാഷ്ട്രമാണ്. അവിടെ ഹിജാബുമായി ബന്ധപ്പെട്ട് മുൻപെല്ലാം വലിയ രീതിയിൽ സമരങ്ങൾ നടന്നിരുന്നു. അവിടെ ഈ സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെടെ ഹിജാബിനെതിരെ സമരവുമായി രംഗത്ത് വരുന്നത് നാം പലതവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട് ഇറാനിൽ വീണ്ടും ഒരു വിവാദം ആളിക്കത്തുകയാണല്ലോ. അവിടെ ഇറാൻ എന്ന് പറയുന്ന ഒരു മതഭീകരത അങ്ങനെ താണ്ഡവമാടുകയാണ്. പക്ഷെ ഇനിയുള്ള കാലത്തൊന്നും ഈ പുതുതലമുറ അതൊന്നും അംഗീകരിച്ച് നിൽക്കില്ല. ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു കാര്യം, ഈ ഹിജാബ് ധരിക്കാതെ ഒരു പാട്ടുകാരി അവിടെ വേദിയിൽ മറ്റ് ഓർക്കസ്ട്രയുടെയൊക്കെ അകമ്പടിയോടുകൂടിയുള്ള ഒരു പാട്ട് നടത്തുന്നതാണ് വന്നിരിക്കുന്നത്. അവർ പ്രത്യേക തരത്തിലുള്ള ഒരു വേഷവിധാനവുമാണ്, അതായത് സ്ലീവ്ലെസ് ആണ്, അത്തരത്തിലുള്ള വസ്ത്രധാരണവുമാണ് നടത്തിയിരിക്കുന്നത്. അതൊന്നും ഇറാനിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹിജാബ് ധരിച്ചില്ലെങ്കിൽ പോലും വലിയ ശിക്ഷ കൊടുക്കുന്ന ഇടത്ത് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് ഈ മതഭ്രാന്തന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ ഏറ്റവും അവസാനം നടന്ന സംഭവമാണ്. അതൊരു യുവതിയാണ്. ആ പാട്ടുകാരിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവർക്ക് അവരുടെ മാനസിക വൈകല്യമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് മാറ്റും. അജ്ഞാതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും കുറെ കാലം കഴിയുമ്പോൾ ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറക്കുകയും ചെയ്യും. അങ്ങനെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. 2022 2 വർഷം മുമ്പ് ഹിജാബ് ധരിക്കാത്ത പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. അത് വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ പ്രക്ഷോഭത്തെയൊക്കെ അവിടെ ഈ മതഭീകരന്മാർ അടിച്ചമർത്തി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പെൺകുട്ടി മരിക്കുകയും ചെയ്തു. അവിടെ ഹിജാബ് ഇവർ ധരിക്കുന്നുണ്ടോ എന്ന് നോക്കാനായി മതകാര്യ പോലീസ് തന്നെയുണ്ട്. അതെ, പ്രത്യേക പോലീസ് തന്നെ ഉണ്ടെന്നുള്ള. ഈ ഇടയ്ക്ക് നമ്മൾ മറ്റൊരു വാർത്ത വന്നതാണ്. അവിടെ സർവകലാശാലയിലെ ഒരു യുവതി അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ക്യാമ്പസിനകത്ത് പ്രവേശിച്ചു. അപ്പോൾ അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ്, അത്രത്തോളം ഈ മതഭ്രാന്തന്മാരുടെ ചെയ്തികളെ ഇവർ എതിർക്കുന്നുണ്ട് എന്നുള്ളത് പ്രകടമാക്കിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ കൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. പിന്നീട് യാതൊരു വിവരവുമില്ല. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞത് എന്താണ്, അവർക്ക് മാനസികമായി പ്രശ്നമുള്ളവരാണ്, സമനില തെറ്റി നടക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കുകയാണ്. ഇതാണ് അവിടുത്തെ ഈ മത പോലീസിന്റെ ഭാഷ്യം. ഇത് നമ്മൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഇസ്രായേൽ ഇങ്ങനെ നിരന്തരം ഈ ഇറാൻ മറ്റു പല ഭീകര സംഘടനകളെ ഒക്കെ വളർത്തി ഇസ്രായേലിനോട് എതിരിടുകയല്ലേ. ഈ അവസരത്തിൽ ഇസ്രായേൽ ഇറാനിനോട് ആഹ്വാനം ചെയ്തത്, അവിടുത്തെ യുവതികളോടും അമ്മമാരോടും പറഞ്ഞത്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് ഞങ്ങൾ നൽകാം. നിങ്ങൾ അനുഭവിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവൻ ലോകമറിയുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ ഇറാനെ കീഴടക്കും. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട തരത്തിലുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, വസ്ത്ര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഞങ്ങൾ തരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്രത്തോളം അവര് ഈ അടിച്ചമർത്തപ്പെട്ട് കഴിയുകയാണ് എന്നുള്ളത് നമുക്ക്, ആ ഭീകരത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴത്തെ പുതുതലമുറയുണ്ടല്ലോ, പലരും അവിടെ നിൽക്കുന്നില്ല എന്നാണ് അറിയുന്നത് ഇറാനിൽ. കാരണം ഇത്തരത്തില് ശ്വാസം മുട്ടിച്ചുള്ള തരത്തിലുള്ള വസ്ത്രധാരണ രീതി ഒരഭിപ്രായം പോലും പറയാൻ കഴിയത്തില്ല. ഇറാന് ഒരുപാട് സംസ്കാരമുള്ള ഇടമല്ലേ. അവിടുന്ന് നല്ല സിനിമകളൊക്കെ വരാറുണ്ട് കേട്ടോ. ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഫിലിം ഫെസ്റ്റിവലുകളിലായാലും ലോകത്തെവിടെയും കുടുംബ ചിത്രങ്ങളാണ് അത്രയും വരുന്നത്. അവിടുന്ന് എടുക്കുന്ന സിനിമ പോലും ഏതാണ്ട് ഒരു 4-5 സെൻസറിങ് കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. അത്ര കർശനമായിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു മതപരമായ അവരുടെ ആചാരങ്ങളിൽ ചില കാര്യങ്ങൾ അത് കൊടും രീതിയിൽ നിലനിർത്തുന്ന ഇടമാണ് ഇറാൻ. ഇത് ലംഘിച്ചു പോകുന്ന സംവിധായകരെയൊക്കെ അവർ വീട്ടുതടങ്കലിലുമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചരിത്രവുമുണ്ട്. ഒരു സംവിധായകനെയൊക്കെ 10-15 വർഷം വീട്ടുതടങ്കലിലാക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ സിനിമ കരിയർ തീർന്നില്ലേ. അതൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ പുതുതലമുറയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ധൈര്യം സംഭരിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടല്ലേ അടിവസ്ത്രം മാത്രം ധരിച്ച് ക്യാമ്പസിനകത്ത് പ്രവേശിക്കുക. ഹിജാബ് ധരിക്കാത്ത ഒരു വനിതയെ വേദിയിൽ വെച്ച്
അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ അടിവസ്ത്രം മാത്രം ധരിച്ചു എന്ന യുവതിയെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവർ ഇല്ലാതാക്കി കളഞ്ഞു കാണും. അത്തരത്തിലാണ് അവരുടെ ഈ മതഭീകരത നിലനിൽക്കുന്നത്. ഒരു തരത്തിലും, അതായത് ഇറാനിൽ വനിതകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പലരും ശക്തമായിട്ട് സംഘടിച്ചു വരികയാണ്. ഈ സംഘടിതമായ ശ്രമം ഒരു വലിയ കലാപത്തിലേക്ക് മാറുകയും ഈ മതഭരണകൂടത്തിനെ വലിച്ചു താഴെയിടുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ടായിരിക്കും അവിടെ ഇറാനിൽ ഓരോ വർഷം കഴിയും തോറും ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ എണ്ണം കൂടി വരികയാണ്. കൺവേർഷൻ നടക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഭയപ്പെട്ട് അങ്ങോട്ട് പോകേണ്ട അവസ്ഥ ഉണ്ടോ? തീർച്ചയായിട്ടും അതുണ്ടാകും. കാരണം അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ. അല്ലാതെ ലോകം മുഴുവനുള്ള ഏറ്റവും വലിയ സമുദായമായിട്ടുള്ള ക്രൈസ്തവ സമുദായത്തിൽ അവിടെ നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല. ക്രിസ്ത്യാനികളിലേക്ക് കൺവേർഷൻ കൂടുകയാണ്. മുസ്ലിം അങ്ങനെ ഉണ്ടാകാം. അത് ഒരുപക്ഷെ ആ രാജ്യം വിട്ടു പോകും. അതാണ് ഇപ്പോഴത്തെ പുതുതലമുറ മുഴുവൻ രാജ്യം വിടുകയാണ് അവിടെ. അങ്ങനെ അതിപ്പം നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ ഉണ്ടാകുന്ന അത് വേറെ തരത്തിലാണ്. ഇവിടുത്തെ രാഷ്ട്രീയം അവർക്ക് താല്പര്യമില്ല, ഇവിടുത്തെ തൊഴിൽ സാധ്യതയിൽ അവർ തൃപ്തരല്ല, ഉപരിപഠനത്തിൽ അവർ തൃപ്തരല്ല എന്നൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. പിന്നെ ലോകം മുഴുവൻ ഒരു കൈക്കുമ്പിളിൽ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടും പോകുകയാണ്. പക്ഷെ ഇറാനിൽ പുതുതലമുറ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടുത്തെ ഈ മതഭ്രാന്തന്മാരുടെ ഇടയിൽ ഇനി ജീവിക്കാൻ കഴിയില്ല. ജീവിതം എന്ന് പറയുന്നത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇറാനിൽ സാധ്യമല്ല എന്നവർ മനസ്സിലാക്കുന്നു. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ, വസ്ത്രധാരണത്തിൽ സ്വാതന്ത്ര്യം വേണ്ടേ, ഭക്ഷണത്തിൽ സ്വാതന്ത്ര്യം വേണ്ടേ? ഒന്ന് ആലോചിക്കണം. ഇത്രയും ലോകത്ത് ഇത്രയും അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനത കഴിയുമ്പോൾ ഇവിടെയുള്ള ചിലരാണ് നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തെ മതഭീകരത, ഭരണകൂട ഭീകരത, ഫാസിസം എന്നൊക്കെ പറയുന്നത്. അവർക്കാർക്കും തന്നെ ലോകത്തിൽ നടക്കുന്ന ഈ സംഭവം കാണാൻ കഴിയുന്നില്ലയോ എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്ന ഒരു സംശയം. ഇപ്പൊ ഇവിടെ ഇത്തരത്തില് ഒരു പാട്ടുകാരി, അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഈ സ്ലീവ്ലെസ് മാത്രം ഉള്ള വസ്ത്രധാരണത്തിലൂടെ വന്ന് വേദിയിൽ നിന്ന് പാടുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും. അതൊക്കെ എന്താണ്, അവർ പാടുന്ന ആ പാട്ടുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് ഏതോ ഒരു വീഡിയോ തന്നെ അങ്ങ് വൈറലായി ഏതാണ്ട് ഒരു 5 മില്യനാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത്. ഇതും ഭരണകൂടത്തെ വളരെയധികം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അവര് സമൂഹ മാധ്യമങ്ങളിൽ പോലും കൈകടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് കൂടുതൽ എത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഇതങ്ങ് വൈറലായിക്കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ശക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇനിയിപ്പോൾ അവിടെ വനിതകൾക്ക് കൂടുതൽ ധൈര്യം കൂടിയാണ് കിട്ടുന്നത് ഈ ഭരണകൂടത്തെ വെല്ലുവിളിക്കാനും ഈ അവർക്കിഷ്ടമുള്ള വസ്ത്രധാരണത്തിലേക്ക് പോകാൻ. ഇനി എനിക്ക് തോന്നുന്നു ഇറാന് ഈ അവിടുത്തെ സകല സംഭവങ്ങളെയും പൊളിച്ചെഴുത്തുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അത് വനിതകളിലൂടെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു വരുന്ന ഒരു 5 വർഷത്തിനിടയിൽ ഇറാനിൽ അത്തരത്തിലൊരു വലിയ വിപ്ലവം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് ലോകത്ത് ഇതുപോലെ അടിച്ചമർത്തപ്പെട്ട് കഴിയുന്ന വനിതകൾക്കും ഒക്കെ തന്നെ വലിയൊരു ആവേശം പകരുന്ന തരത്തിലായിരിക്കും മാറാൻ പോകുന്നത്. അത് ഇറാനിൽ ശക്തമാവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ഈ സർവകലാശാല ക്യാമ്പസിൽ കണ്ടത്. ഇവിടെ ഈ പാട്ടുകാരി തുറന്ന വേദിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വസ്ത്രധാരണത്തിൽ ഹിജാബ് ധരിക്കാതെയും സ്ലീവ്ലെസ് വസ്ത്രധാരണത്തോടുകൂടി പാട്ടുപാടിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.